മഹാഭാരതത്തിന് ഇനിയൊരു പേരും കൂടിയുണ്ട്, പഞ്ചമവേദം. അങ്ങനൊരു പേര് വന്നതിൻ്റെ പിന്നിലും ഉണ്ടൊരു കഥ. ഒരിക്കൽ ദേവന്മാരും മഹർഷിമാരും ഒക്കെ ചേർന്ന് മഹാഭാരതത്തിൻ്റെ മാഹാത്മ്യം ഒന്ന് പരിശോധിക്കാമെന്ന് തീർച്ചപ്പെടുത്തി. അവർ ഒരു തുലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു തട്ടിൽ മഹാഭാരതം വെച്ചു, മറ്റേ തട്ടിൽ 4 വേദങ്ങളും: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നിട്ട് നോക്കിയപ്പോൾ മഹാഭാരതം വെച്ച തട്ടാണ് താണു നിന്നത്. അതായത് മഹാഭാരതത്തിനാണ് കൂടുതൽ ഭാരം എന്നർത്ഥം. അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥത്തിൻ്റെ ഭാരമല്ല കേട്ടോ, അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ ഭാരമാണ്. കാൺകയിൽ എങ്ങില്ലാത്തതെങ്ങുമേ എന്നാണ് വേദവ്യാസൻ തന്നെ മഹാഭാരതത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം അത് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ കാണാം. 18 പർവ്വങ്ങളിലും ഉപപർവ്വങ്ങളിലുമൊക്കെയായി വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് കഥകൾ, ജന്തുകഥകൾ, നീതിസാര കഥകൾ, ധർമ്മോപദേശ കഥകൾ, തത്വചിന്തകൾ തുടങ്ങി അനവധി കഥകളാണതിൽ. എത്ര പറഞ്ഞാലും കേട്ടാലും ചിന്തിച്ചാലും തീരാത്ത കഥകൾ.